വികസനത്തിൻ്റെ 9.5 വർഷമാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കാട്ടാനുള്ളത്. അതിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അത് ഞങ്ങൾ കൂടുതൽ സമഗ്രമാക്കി പരിഹരിക്കും. ഒരു കൈയിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളും മറുകൈയിൽ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നു നീങ്ങിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിൽ പോലും അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വർഗീയതയിലേക്ക് ചാലിക്കീറാനാണ് പ്രതിപക്ഷം അനുദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു സമുദായ സംഘടനയുടെ പരിപാടിയിലും ആ അർത്ഥത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് നീങ്ങിയത്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയും വികസനം എന്നത് രാജ്യത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകാതെ പോവുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു വിധ്വംസക രാഷ്ട്രീയമാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നതെന്ന വലിയ രാഷ്ട്രീയ വിമർശനമാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്കെതിരെ ഉള്ളത്. പ്രബുദ്ധ കേരളത്തിന് ഒരുപാട് നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഈ പ്രബുദ്ധ കേരളത്തിന്, ഈ സാക്ഷര കേരളത്തിന്, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് CPM-നോടും CPM-ന്റെ നേതാക്കളോടും പറയുവാനുള്ളത് ഇത് തന്നെയാണ്: വികസനം മതി, വർഗീയത വേണ്ട. ഇപ്പോൾ എന്നോട് അജിൻഷാദ് ചോദിച്ച ചോദ്യങ്ങൾ ഇത് കൃത്യമായി ചോദിക്കേണ്ടത് CPM-ന്റെ ബഹുമാനപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാറിനോടാണ്. ഇവിടെ ആരാണ് വർഗീയത ഇപ്പോൾ വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത്? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ, അല്ലെങ്കിൽ 1-2 മാസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും 9.25 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അവര് ഇപ്പോൾ ചർച്ചയാക്കേണ്ടത്, ഈ കേരളത്തിൽ ഇപ്പോൾ ചർച്ചയാക്കേണ്ടത് കഴിഞ്ഞ 9.25 വർഷം ഞങ്ങൾ നേടിയ വികസന നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കിയ വികസനം, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ. പക്ഷെ അത് ചർച്ചയാകാതെ ഈ തുടരെ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ കത്തിച്ചു വിടുന്നത് ആരാണ്? CPM അല്ലേ? ഞാൻ ഇവിടെ കൃത്യമായി ചോദിക്കട്ടെ, ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു വർഗീയ പരാമർശം ഈ കഴിഞ്ഞ 1 വർഷത്തിനകം, അല്ലെ 6 മാസത്തിനകം, അല്ലെ 2 മാസത്തിനകം ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുമോ? പകരം ഈ ജനുവരി 20 ദിവസത്തിനുള്ളിൽ തന്നെ, ഇപ്പോൾ ജനുവരി നമ്മൾ 19-ാം തീയതിയാണ്, ഈ 20 ദിവസത്തിനകം തന്നെ AK ബാലന്റെ പ്രസ്താവന നമ്മൾ കണ്ടു, അതുപോലെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെ കണ്ടു. ഈ ഒരു പ്രസ്താവനയും CPM-ന്റെ ഒരു നേതാവും തള്ളിക്കളയുന്നില്ല. അത് CPM എന്നത് കൂടി വിശദീകരിച്ചു പോകണം. സൂപ്പർഫിഷ്യലായി, ഉപരിപ്ലവമായി സ്പർശിച്ചു പോകരുത്. എന്താണ് അവർ പറഞ്ഞ വർഗീയത, എന്താണ് വർഗീയതയായി നിങ്ങൾ കണ്ടത് എന്നത് കൂടി പരാമർശിച്ച് കടന്നു പോകണം. നമുക്ക് ചോദിക്കാമല്ലോ. ഞാൻ 2025 നടത്തിയ പരാമർശങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അതിനുശേഷം ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖത്തില് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ 2026 മാത്രം 1-2 സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാം. ജനുവരി മാസം 2-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം സെക്രട്ടറി, അദ്ദേഹം മാറാടുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തി. അതിനെ സ്വാഭാവികമായിട്ടും തള്ളി പറയേണ്ട ഉത്തരവാദിത്വം CPM-നുണ്ട്. പക്ഷെ CPM അത് തള്ളി പറഞ്ഞില്ല. 4 ദിവസത്തിന് ശേഷം CPM-ന്റെ സമുന്നതനായ നേതാവ് ശ്രീ AK ബാലൻ അതിനെ എൻഡോഴ്സ് ചെയ്യുക മാത്രമല്ല, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്നൊരു വിവാദമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. എന്ത് പശ്ചാത്തലത്തിലാണ് AK ബാലനെ പോലെയുള്ള തലമുതിർന്ന പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു CPM നേതാവ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? ഇതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞതാണോ അതോ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയട്ടെ, അതിന് അദ്ദേഹത്തിന് എല്ലാ അവകാശമുണ്ട്. പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നൊരു പ്രസ്താവന ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തിയത്? ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആരാ? RSS BJP സംഘപരിവാറുക. ഞാൻ കൃത്യമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. ഇതിനു മുമ്പ് നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു തൊട്ടുമുമ്പ് വളരെ വാശിയേറി നടന്ന തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു എന്ന എല്ലാ പ്രവചനങ്ങളും വരിക. തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തൊട്ട് തലേന്ന് പ്രധാനമന്ത്രി അമിത്ഷാ വന്നൊരു പ്രസ്താവന നടത്തി, കോൺഗ്രസ് ഗുജറാത്തിൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് അഹമ്മദ് പട്ടേൽ ആയിരിക്കും. ഒറ്റ പ്രസ്താവനയാണ് അവിടെ നടത്തിയത്. കൃത്യമായി അതിന്റെ ആ പ്രസ്താവന ഫലം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചിരുന്നോ ഗുജറാത്ത്? അഹമ്മദ് പട്ടേലിനെ ഏതെങ്കിലും, അതായത് നിങ്ങളുടെ ദേശീയ നേതാവായ അഹമ്മദ് പട്ടേലിനെ
ഏതെങ്കിലും നിങ്ങളുടെ പ്രചാരണ രംഗത്ത് ഉപയോഗിച്ചിരുന്നോ? രാഹുൽ ഗാന്ധി അടക്കം പോയ ഈ പല വിധത്തിൽ നിങ്ങളുടെ ദേശീയ നേതാക്കന്മാരൊക്കെ പോയ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ അഹമ്മദ് പട്ടേലിനെ നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കാതിരുന്നത്? ഞാൻ കൃത്യമായി എന്നെ മറുപടി പറയാം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? അദ്ദേഹം ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ ചുമതല വഹിക്കുന്നത് പോലെ അദ്ദേഹം സംഘടനാ ചുമതല AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കൂടാതെ ഞാൻ കൃത്യമായി പറയാം, അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ അഹമ്മദ് പട്ടേൽ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹം ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഗുജറാത്തുകാരനായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്ത് അതിന് മുഴുവൻ ചുക്കാൻ വഹിച്ചത് ഇതേ ഉത്തരവാദിത്തമുള്ള KC വേണുഗോപാലാണല്ലോ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ തൊട്ടടുത്തിരുന്നത്. മറ്റേ K സുധാകരനെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി രാഹുൽ ഗാന്ധി ഇരുന്ന ആ വേദിയില്ലേ ഇന്നിപ്പോ? ആ വേദിയിൽ തൊട്ടടുത്ത് KC വേണുഗോപാൽ ഉണ്ടായിരുന്നല്ലോ. കാരണം അല്ല, അപ്പോൾ KC വേണുഗോപാൽ അല്ലല്ലോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ നയിക്കുന്നത്. അദ്ദേഹം സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബാക്കിയുള്ള നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കുക. അതാണ് പാർട്ടി കൃത്യമായി തന്നെ ഓരോ റോളും കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അഹമ്മദ് പട്ടേലിന്റെ പേര് വളരെ തന്ത്രപൂർവ്വം മോദി അവിടെ വലിച്ചഴിച്ച് കൊണ്ടുവന്നത് പോലെയാണ് ഇവിടെ ഇപ്പോൾ AK ബാലൻ. ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തത് അല്ലേ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായുള്ള കൂട്ടുകെട്ട് അത് തെരഞ്ഞെടുപ്പിൽ എത്തിയാൽ അവർ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള കുൽസിത വർഗീയ നീക്കങ്ങൾ ഉള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമി, അവരെയാണ് UDF കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അത് അഹമ്മദ് പട്ടേലിന്റെ കാര്യത്തിൽ BJP പറയുന്നത് പോലെയാണ് എന്നാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? ഇല്ല, AK ബാലൻ എന്ന നേതാവിന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുവാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വെച്ച് അദ്ദേഹം പറയാം. പക്ഷേ UDF അധികാരത്തിൽ കൃത്യമായി എന്റെ അഭിപ്രായം പറയുന്ന ആളാ. പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഞാനൊരു ഒറ്റ ചോദ്യം ചെയ്യുക. 30 വർഷം ശരി, അടുത്ത പോയിന്റിലേക്ക് അത് മനസ്സിലായി, കൺവിൻസ്ഡ് ആണ്. ശരി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയുണ്ടായി. ഞങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, AK ബാലന്റെ പ്രസ്താവന അദ്ദേഹം തള്ളിപ്പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹം തള്ളിപ്പറയുക ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ്, അതിനെ ശരിവെക്കുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ, കാരണം വലിയ ആരോപണങ്ങൾ ഉയരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു വാചകത്തെ AK ബാലൻ അതിനെ പിന്തുണയ്ക്കുന്നു, മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നു. അതുമാത്രമല്ല, മുഖ്യമന്ത്രി കാന്തപുരം ഉസ്താദിന്റെ ആ വേദിയിൽ വന്നുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുകയാണ്.